ഹലോ. അപ്പം അങ്ങനെ ബിഗ് ബോസ് ഹൗസ് കറക്റ്റ് ഒരു ബിഗ് ബോസ് ഹൗസായി മാറിക്കഴിഞ്ഞു. എല്ലാവർക്കും പരസ്പരം മിണ്ടി സംസാരിച്ച് സ്വന്തം മുഖ എന്താ പറയുക മാസ്കുകൾ എല്ലാം പടപട അഴിഞ്ഞ് വീണു തുടങ്ങി. ഇനി അവിടെ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന ചിലർ ആ മുഖം മൂടി അഴിഞ്ഞു വീഴും എന്ന് പേടിച്ചാണ് അവർ ആക്റ്റീവ് ആവാൻ നിൽക്കുന്നത്. ഇപ്പം അപ്പാനി ശരത്തും ആര്യനും കൂടി സംസാരിക്കുന്നുണ്ട്. കാര്യം ഇവരെന്ത് സംസാരിക്കുന്നു എന്നുള്ളത് പുറത്തു പോകുന്ന എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇവർക്കറിയില്ല. അവർ സംസാരിക്കുന്നത് അനുകുട്ടിയെക്കുറിച്ചാണ്. നമുക്കറിയാം ബിഗ് ബോസിനകത്ത് വന്നത് സോഷ്യൽ മീഡിയയിൽ ഇത്തിരി ഫാൻസ് ഉള്ള ആൾ, സോഷ്യൽ മീഡിയയിൽ നല്ല ഫാൻസ് ഉള്ള ഒരാൾ. ഇപ്പം നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് രേണുവിനെങ്കിൽ പോസിറ്റീവായ രീതിയിൽ പബ്ലിസിറ്റി ഉണ്ടായിരുന്ന ഒരാളാണ് അനുക്കുട്ടി എന്ന് പറയുന്നത്. അപ്പം ഈ അനുക്കുട്ടിക്ക് വലിയ ഫാൻസ് അല്ലാതെ തന്നെ ഉണ്ട്. അപ്പോൾ അനുക്കുട്ടിയെക്കുറിച്ചാണ് അപ്പാനി ശരത്ത് ഇപ്പോൾ സംസാരിക്കുന്നത്. കാരണം ഈ അപ്പാനി ശരത്ത് അനുക്കുട്ടിയുമായി ചേർന്ന് നിന്ന് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമം പാളിപ്പോയി. അപ്പോൾ പിന്നെ ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കണ്ടന്റ് അനുക്കുട്ടിക്ക് കിട്ടേണ്ട കണ്ടന്റ് കട്ട് ചെയ്ത് വിടണം. അതാണല്ലോ എല്ലാവർക്കും അവനവൻ്റെ സ്ക്രീൻ സ്പേസ് വേണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടല്ലോ. ചുമ്മാ അല്ല ബിഗ് ബോസിൽ ആരും കയറിപ്പോയത്. അപ്പോൾ ഇവർ തമ്മിലിരുന്ന് ഡിസ്കസ് ചെയ്യണം അനുക്കുട്ടിയുടെ സ്ക്രീൻ സ്പേസിൽ നശിപ്പിക്കാൻ, അല്ല അനുക്കുട്ടിക്ക് ഒരു കണ്ടന്റ് ഉണ്ടായി വരരുത് എന്നുള്ള സൂക്ഷ്മമായ ചർച്ചയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഈ ചർച്ച ചെയ്യുന്നതെല്ലാം പുറത്തുള്ളവർ കാണുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ തന്നെ പറഞ്ഞു സുചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് രേണു സുധീനെ ഒട്ടും ഇഷ്ടമില്ലാതെ. പിന്നെ അനുക്കുട്ടിക്ക് വിചാരിച്ച തരത്തിൽ അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി എടുക്കാനൊന്നും പറ്റുന്നില്ല. അനുക്കുട്ടി ഇവിടെ ചാനലിൻ്റെ റിയാലിറ്റി ഷോയിൽ നിന്നപ്പം പലരും മാറ്റും ഇങ്ങനെ ഈ ഒരു ചെല്ലം ക്രിയേറ്റ് ചെയ്ത് നിന്ന് സംസാരിച്ചിരുന്നത് കൊണ്ട് അനുക്കുട്ടി വിചാരിച്ചാൽ അവിടെ ചെല്ലുമ്പോഴേ എനിക്ക് ഇതുപോലൊരു ഫാൻ ബേസ് ഉണ്ടാകും എന്ന് വിചാരിച്ചു. പക്ഷേ നടക്കുന്നില്ല. എന്തിലും ഇടപെടുമ്പോൾ അനുക്കുട്ടി ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം അനുക്കുട്ടി പറഞ്ഞു ഞാൻ കാശിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അനുക്കുട്ടിയുടെ ലക്ഷ്യം എന്താണ്? എത്രയും ദിവസം കൂടിയാൽ അത്രയും ദിവസം കാശ് കിട്ടും. അങ്ങനെ തട്ടി നിൽക്കാനുള്ള ശ്രമം തന്നെയാണ് അനുക്കുട്ടി പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അനുക്കുട്ടി ആരുടെ കൂടെ അങ്ങനെ പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല. പയ്യെ തന്നെ എവിടെ നിന്നാലും പതുക്കെ നീങ്ങി അവിടെ ഇവിടെ തൊടാതെയാണ് നിൽക്കുന്നത്. കാര്യം ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അനുക്കുട്ടിക്ക് ഇനി ഒരു ഫെയിമിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഇവിടെ നീങ്ങി നിൽക്കണം. അപ്പം ദിവസങ്ങൾ തള്ളി നീക്കാനുള്ള ശ്രമമാണ് അനുക്കുട്ടി നടക്കുന്നത്. ഇത് അപ്പാനി ശരത്തിന് നന്നായിട്ട് മനസ്സിലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആരോ പറഞ്ഞു വന്ന് ഭയങ്കര ഫേക്കാണ്, അനുവാറ്റ് മാത്രം ചെയ്യരുത്. കാര്യം പൊതുവേ അനുവാറ്റ് കോമ്പിനേഷൻ വരുമ്പം പൊതുവെ പുറത്തും ഒരു സംസാരമുള്ളത് അനുവാറ്റ് ആര് കോമ്പിനേഷൻ വന്നാലും ആ കൂടെ നിൽക്കുന്ന ആളുടെ ഇത് കുറയുകയും അനുക്കുട്ടി കയറുകയും ചെയ്യും എന്നാണ് പൊതുവേ പറയണേ. പണ്ട് അനുക്കുട്ടിയും അമൃതയും കോമ്പിനേഷൻ ഉണ്ടായിരുന്ന സമയത്ത് അമൃത പതുക്കെ ഷോയിൽ നിന്ന് മാറിപ്പോവുകയും അനുക്കുട്ടി വീണ്ടും അവിടെ നിൽക്കുകയും ചെയ്തു. അത് പല സെറ്റുകളിൽ ചെല്ലുമ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊരു സ്തുതി പൊതുവേ ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ സ്തുതി ഉണ്ട്. പിന്നെ അനു അത്ര മന്ദബുദ്ധിയൊന്നും അല്ല, ഭയങ്കര ബുദ്ധിമതിയാണ്. ഈ മന്ദബുദ്ധി കളിച്ച് നിൽക്കുന്നതാണ്, ഫുള്ള് ഫേക്ക് അടിച്ച് നിൽക്കുന്നതാണ് ചാനൽ ഷോയിൽ ഉൾപ്പെടെ എന്നും പൊതുവെ പറയാറുണ്ട്. പക്ഷെ അനുക്കുട്ടി എന്നും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരുന്നു. ഈ ചാനൽ ഷോ ഉണ്ടായിരുന്നപ്പോഴും ഇനാഗുറേഷൻസ്, ഫോട്ടോഷൂട്ട്, അങ്ങനെ പല കാര്യങ്ങളും അനുക്കുട്ടി ആക്റ്റീവ് തന്നെയായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ചെല്ലുമ്പം ഇപ്പം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ആ ബിഗ് ബോസ് ഹൗസിൽ വോട്ട് കിട്ടാൻ സാധ്യതയുള്ളത് രേണു സുധിക്കാണ്. അക്ബർ ഖാൻ തന്നെ അതിനൊരു വിഷയം തുറന്നു കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് അനുക്കുട്ടിക്കുമാണ്. കാരണം ഇവർ രണ്ടുപേരുമാണ്. പിന്നെ ഗിസേൽ അതല്ല നമ്മളിപ്പോൾ പറയുന്നത്, ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അനുക്കുട്ടിക്കും ഇപ്പോൾ ആണുങ്ങളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ മെയിൽ കണ്ടസ്റ്റൻറ്റിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അധികം വോട്ട് ആർക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ വോട്ട് കിട്ടും. എല്ലാവരും വോട്ട് കിട്ടാനുള്ള സാധ്യത അവനവനായിട്ട് കുറയ്ക്കുകയാണ്. ഷാനവാസ് വായിന്ന് വീണുപോയി, ഗിസേലിൻ്റെ ഡ്രസ്സ് ശരിയല്ല എന്ന് പറഞ്ഞ് വീണ്. അപ്പാനി ശരത്തിൻ്റെ ഈ പ്രവൃത്തി കാരണം അക്ബർ ഖാന് പിന്നെ ഇനിയിപ്പോൾ വോട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട, തീർന്നു, അങ്ങനെ താഴ്ന്നു പോയി. അടുത്ത വേറെ ഈ വരുന്ന ആർട്ടിസ്റ്റുകളൊന്നും അങ്ങനെ അതുപോലെ വോട്ട് കിട്ടാൻ മാത്രമുള്ള വിജയത്തിലേക്ക് വരില്ല. അപ്പോൾ കോമണറാണ് അവിടെ കിടന്ന് ചൊറിയുമ്പോഴുവാണെങ്കിലും ഗെയിം പ്ലാനൊക്കെ കൊള്ളാം. അപ്പം പിന്നെ ഈ ഗേൾസിൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതും വോട്ട് കിട്ടാൻ സാധ്യത കൂടുതലും ഫാൻ ബേസ് കൂടുതൽ നിൽക്കുന്നതും അനുക്കുട്ടിക്കായിരുന്നു. പക്ഷേ അതിപ്പോൾ ആര് കൊണ്ടുപോയി? ഗിസേലും കൊണ്ട് രേണുസുധിയും കൊണ്ട്. രേണുസുധിക്ക് ആ ഹൗസിനകത്ത് കിട്ടി. രേണുസുധി ഞാൻ ശ്രദ്ധിച്ചു, ആരുടെ രേണുസുധി സംസാരിക്കാൻ പോയാലും അവർ എണീറ്റ് പോകുമായിരുന്നു. പക്ഷേ ഇപ്പം അക്ബർ ഖാൻ്റെ ഈ ഒരു സംസാരം കാരണം പുറത്ത് രേണുസുധിന് നല്ല സപ്പോർട്ട് കിട്ടി.
അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഗെയിം പ്ലാനുകളും ഇവിടെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. മിനിമം ഒരാഴ്ചക്കുള്ളിൽ എല്ലാവരുടെ ഗെയിം പ്ലാനും പൊളിയും, എല്ലാവരും എന്താണ് പറയുന്നത്, എല്ലാവരുടെ സംഭവങ്ങളും പുറത്തായി പോവും എന്നുള്ളത് എന്നുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇതിനകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റിൻ്റെയും അവർ പ്ലാൻ ചെയ്തുകൊണ്ട് വന്ന എല്ലാ പ്ലാനിങ്ങും തറയിലാവും, എല്ലാം വീഴും. അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. 7ന്റെ പണി എന്ന് പറയുന്നത് അന്വർത്ഥാക്കിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ സീസൺ ബിഗ് ബോസ് പോകുന്നത്.